ഹായ് ഓൾ, കെ പി എസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണ്. ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്, എനിക്കറിയാം നിനക്കിപ്പോൾ ഫ്രീ ടൈമാണെന്ന്. നീ എന്നെ കൊണ്ടുപോയി വിട്ടിട്ട് ഇങ്ങോട്ട് തന്നെ വന്നോ പ്ലീസ് ശ്രീകാന്ത്. അല്ല, തൻ്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവില്ലേ? അവർ കണ്ടാൽ എന്ത് വിചാരിക്കും? അവർ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? എന്ത് പ്രശ്നമോ? അവർ ചോദിച്ചാൽ നീ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയും. ഞാൻ കൊണ്ടുവിടണോ? വേണം. വർഷ, അത് നീ ബൈക്ക് എടുത്ത് വാ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ചേട്ടാ, കേസ് എന്തായി? രവീന്ദ്രൻ തോറ്റു കാണുമല്ലേ? ചേട്ടൻ വന്ന് വെള്ളമെടുത്ത് കുടിക്കുകയാണ്. അയാളുടെ മകൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷ അത്. മധുരം നൽകി നമ്മൾക്ക് ഇതങ്ങ് ആഘോഷിക്കണം. അപ്പം അയാൾ പറയാണ്, മധുരം നൽകി ആഘോഷിക്കുന്നത് രവീന്ദ്രൻ്റെ വീട്ടുകാരായിരിക്കും. അപ്പം അയാൾ ഭാര്യയെ വയ്ക്കുകയാണ്, എന്താ പറഞ്ഞത്? കേസിൽ ജയിച്ചത് രവീന്ദ്രനാണ്, ഞാൻ തോറ്റു. എൻ്റെ മാനം, മര്യാദ, അന്തസ്സ് എല്ലാം പോയി. അവനോടിച്ച ബസ് എന്നെ ഇടിച്ച് തെറിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. ജഡ്ജി എന്താ അങ്ങനെ വിധിച്ചത്? അദ്ദേഹം രവീന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതുപോലെ സംസാരിച്ചത്. അവൾ പറയാണ്, അപ്പോൾ അദ്ദേഹം പറയാണ്, നീ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പെൻഷൻ കാശ് തടഞ്ഞു വെച്ച എന്നെ വേണം പിടിച്ചു പറയാൻ. ഇപ്പോൾ അയാൾക്ക് മുൻകാല പ്രാബല്യത്തോടെ പെൻഷൻ കൊടുക്കാനാണ് വിധി. പോട്ടെ, അത് അയാൾക്ക് അർഹതപ്പെട്ട കാശാണെന്ന് വിചാരിച്ച് വിട്ടേക്കാം. അയാൾക്ക് അർഹതപ്പെട്ട കാശ് മാത്രമല്ല, എൻ്റെ കാശും അയാളുടെ പോക്കറ്റിലെത്തും. 1,00,000 രൂപ കൂടി കൊടുക്കണമെന്നാണ് ജഡ്ജി വിധിച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താ? അതൊന്നും കൊടുക്കണ്ട. ജഡ്ജി വിധിച്ചതല്ലേ, കൊടുത്തേ പറ്റൂ. പറയാണ്, ജീവനില്ലാത്ത പോലെ ഞാൻ കോടതിയിൽ നിന്നത്. ഇത്രയും കാലം കൊണ്ട് ഞാനുണ്ടാക്കിയ പേര് പോയി, നാണം കെട്ടു. ഞാനിനി എങ്ങനെ ഓഫീസിൽ പോകും? ആൾക്കാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ആ രവീന്ദ്രനെ, എൻ്റെ മകനെയും അങ്ങനെ വെറുതെ വിട്ടൂടാ. എന്തെങ്കിലും ചെയ്യണം അയാളെ. ഒന്നും ചെയ്യണ്ട അയാളെ. ഓരോന്ന് ചെയ്യിച്ച് നീ എന്നെ ജയിലിൽ പറഞ്ഞേക്കരുത്. അയാളെ മാത്രമല്ല, നീ എന്നെയും അങ്ങ് വിട്ടേക്ക്. അല്ലേ, ചെന്ന് BP-യുടെ ടാബ്ലറ്റ്സ് എടുത്തിട്ട് വാ, എനിക്ക് പ്രഷർ കൂടുക. ചെല്ല് എന്ന് പറഞ്ഞ് അവളെ അയച്ചു. ശ്രീകാന്തും വർഷയും വീട്ടിലെത്തി. എന്നിട്ട് വർഷ ഇറങ്ങി. എന്നിട്ട് പറയാണ് ശ്രീകാന്തിനോട്, നീ ഇറങ്ങ്. എന്തിനാ ഞാൻ ഇറങ്ങുന്നത്? ഇറങ്ങാനല്ലേ പറഞ്ഞത്? നീ വാ, വീട്ടിൽ കയറിയിട്ട് പോകാം. ഞാൻ വരുന്നില്ല. നീ എൻ്റെ ഡാഡിയും മമ്മിയും ഒന്ന് കണ്ടിട്ട് പോ. ഇത് വേണ്ട വർഷ, നീ വന്നേ. എന്തിനാ പേടിക്കുന്നേ? പേടിയൊന്നുമില്ല, ജോലിയുണ്ട് അതാ. പിന്നെ ഞാൻ വേറൊരു ദിവസം വരാം. വേറൊരു ദിവസം വന്ന് നീ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയിക്കോ. ഇന്ന് തൽക്കാലം ഒരു കോഫി കുടിച്ചിട്ട് പോയിക്കോ. വാ, വന്നേ. ശരി, ഞാൻ വരാം. വന്നേ, വാ ശ്രീകാന്ത്. അവർ അച്ഛനും അമ്മയും ഇറങ്ങി വരികയാണ് വർഷയുടെ. അപ്പോൾ അവന് പെട്ടെന്നൊരു ഷോക്കായി. കാരണം എന്ന് വെച്ചാൽ അതിനു മുമ്പേ അവൻ അവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എവിടെ വെച്ചാണ് കണ്ടതെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഒരു സഭയിൽ വെച്ചിട്ട് അവൻ്റെ അച്ഛന്, അതായത് ശ്രീകാന്തിൻ്റെ അച്ഛന് ഒരു പൊന്നാട അണിയിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് അമ്മയും പറയുന്നുണ്ട്, ഇവൻ പേര് കേട്ടൊരു ഷെഫാണ് എന്നൊക്കെ. അപ്പോഴാണ് സച്ചി അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതും അതൊക്കെയാണ് അവൻ ശ്രീകാന്ത് ഓർക്കുന്നത്. പിന്നെ രവി സാറ് പറയാണ്, സാറേ ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അപ്പോൾ സാറ് പറയാണ്, ഈ ചന്ത പോലുള്ള സ്ഥലത്തു നിന്നാണോ ഭക്ഷണം കഴിക്കേണ്ടത്? സോറി മിസ്റ്റർ രവീന്ദ്രൻ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്ക് പോകാം. ശ്രീകാന്തിന് അപ്പോൾ ആളെ മനസ്സിലായി. അവരും താഴേക്ക് ഇറങ്ങി വരികയാണ്. വർഷ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ മമ്മി, ഇതാണ് എൻ്റെ ഫ്രണ്ട് ശ്രീകാന്ത്. ഇതാ എൻ്റെ ഡാഡി മമ്മിയും. ഹായ് അങ്കിൾ. ഹായ് ആൻറ്റി. ശ്രീകാന്ത് ഇരിക്കേ. ശ്രീകാന്തും ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണോ? അച്ഛൻ ചോദിക്കുകയാണ്. അല്ല, ഞാനൊരു ഷെഫാണ് റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ വർഷ പറയാണ്, ശ്രീകാന്ത് വെറൈറ്റി ഫുഡ്സൊക്കെ ഉണ്ടാക്കും, നല്ല സൂപ്പറാണ്. ഇപ്പം കോഫി ഉണ്ടാക്കാൻ പറഞ്ഞാൽ മമ്മി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല കോഫി ശ്രീകാന്ത് ഉണ്ടാക്കും. വേണ്ട മോളെ. അപ്പം ശ്രീകാന്ത് പറയാണ്, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീകാന്ത് തന്നെ പറയാണ്, എന്നെ ഓർമ്മയില്ലേ? വർഷയുടെ അച്ഛൻ പറയുന്നു, ഇല്ല, എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പം നിനക്കെൻ്റെ ഡാഡിയെ മുന്നേ അറിയാം അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? നീ ഇദ്ദേഹത്തിൻ്റെ മകളാണെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നേ. അപ്പോൾ അവളുടെ അച്ഛൻ ചോദിക്കുകയാണ്, ശ്രീകാന്തിന് എന്നെ എങ്ങനെ അറിയാം? എൻ്റെ അച്ഛനും നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തത്. ഡ്രൈവറായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? അച്ഛനെ അങ്കിളിന് നന്നായിട്ടറിയാം, പേര് രവീന്ദ്രൻ. അപ്പോൾ അച്ഛന് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് നീ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, അന്നാണ് ഞാൻ അങ്കിളിനെ കണ്ടത്. അപ്പോൾ അവൻ എണീറ്റു. എന്നിട്ട് പറയാണ്, ശരി അങ്കിൾ, ഞാൻ പിന്നെ വരാം. ശരി വർഷ, ഞാൻ പിന്നെ വരാം. ഇരിക്കു ശ്രീകാന്ത്, ഒരു കോഫി കുടിച്ചിട്ട് പോകാം.
വേണ്ട വർഷ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ആൻറ്റി ശരി അങ്കിൾ. അപ്പോൾ അവൾ പിന്നാലെ പോയാണ്. ശ്രീകാന്ത് നിൽക്കേ, ശ്രീകാന്ത് നിന്നേ. അവൻ പെട്ടെന്ന് വന്ന് വണ്ടി കയറുക. ശ്രീകാന്ത് വന്നതല്ലേ ഉള്ളൂ, എന്താ പെട്ടെന്ന് പോകുന്നേ? വർക്കുണ്ട് വർഷ, റെസ്റ്റോറൻറ്റിൽ പോയേ പറ്റൂ, ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ശരി എന്നാൽ പിന്നെ ചെല്ല്, ഞാൻ വിളിക്കാം. ബായ് ശ്രീ, ബായ്. വർഷാകത്തേക്ക് കയറിയിട്ട് പറയാണ്, മമ്മി കോഫി എടുത്ത് വെക്ക്, ഞാനിപ്പോൾ വരാം. നിൽക്കടി അവിടെ. എന്താ നീ കരുതിയത് വഴിയെ പോകുന്നവരൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റാമെന്നോ? ഞങ്ങളെന്താ നോക്കൂത്തിയാണെന്നാണോ നിൻ്റെ വിചാരം? അല്പം ഫ്രീഡം തന്നപ്പോൾ തലേ കയറിയിരുന്ന നിരങ്ങുക. എന്താ പ്രശ്നം? എന്തിനാ ഇങ്ങനെ കിടന്ന് തിളക്കുന്നേ? ന്യൂസിൽ ഇടയ്ക്ക് ചിലവരിങ്ങനെ ചൂടാവാറുണ്ട്. എന്ത് പറ്റി? ആ ഇടയ്ക്ക് അന്നേ പറഞ്ഞതല്ലേ അവനെ ഇനി കൂടെ കൂട്ടരുതെന്ന്. കൂടെ കൂട്ടിയാൽ എന്താ പ്രശ്നം? ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അവനോട് സംസാരിക്കണ്ട. എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ സംസാരിക്കും, കാണും. ഓ ഫ്രണ്ട് ആണയില്ലടി നിനക്ക് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ? നിങ്ങളെല്ലാവരും ഉള്ളപ്പോഴല്ലേ ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, ആരും ഇല്ലാത്തപ്പോഴല്ലല്ലോ. ഓ ഇങ്ങനെ പോയാൽ ഞങ്ങളില്ലാത്തപ്പോഴും നീ അവനെ കൂട്ടിക്കൊണ്ട് വരത്തില്ലേ? നമുക്ക് ദേഷ്യം വന്നിട്ട് പറയാം, വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. തെറ്റല്ല ശരിയാണ് എന്ന് തോന്നുന്ന എന്തും ഞാൻ ചെയ്യും. എടീ അടിച്ചു നിന്നെ. അപ്പോഴേക്കും അച്ഛൻ വിളിച്ചു, മൈമേ മോളിങ് വന്നേ. വർഷയോടായിരുന്നു. വർഷ പോവുകയും ചെയ്തു. എന്നിട്ട് പറയാ, മോളെ വർഷേ, ആ ചെറുക്കനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിനക്ക് വേണ്ട, ഒഴിവാക്കിയേക്ക്. എന്തിനൊഴിവാക്കണം ഡാഡി? ശ്രീകാന്ത് നല്ലവനാ. അതൊക്കെ നിനക്ക് തോന്നുന്നതാ, അവനൊക്കെ തെറ്റായ കണ്ണുകൊണ്ടാണ് നിന്നെ കാണുന്നത്. വിശ്വസിക്കരുത് ഒരുത്തനെയും. എന്താ ഡാഡി ഇങ്ങനെയൊക്കെ പറയുന്നേ? അവനെ എനിക്ക് നന്നായിട്ടറിയാം. ഡാഡി പറയുന്നത് പോലെ ഒന്നല്ല അവൻ. എന്നിട്ട് പിന്നെ അച്ഛൻ പറയാണ്, അവൻ്റെ അച്ഛനും ഞാനും തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. അവൻ്റെ അച്ഛൻ രവീന്ദ്രൻ എന്നെ കോടതി കയറ്റിയവനാ. ആവശ്യമില്ലാതെ അയാൾ കേസ് കോടതിയിലെത്തിച്ചു. ഒടുക്ക ഇന്ന് എന്നെ തോൽപ്പിച്ചു. ശരി, എന്തിനാ അദ്ദേഹം കേസ് കൊടുത്തേ? അച്ഛനെ കോടതി കയറ്റിയേ? അയാളുടെ പെൻഷൻ ഞാൻ തടഞ്ഞു വെച്ചു. അതിനാ അയാൾ എന്നെ കോടതി കയറ്റിയത്. ഡാഡി എന്തിനാ അദ്ദേഹത്തിൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചേ? അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, നിങ്ങൾ തമ്മിലുള്ള വിഷയം. അതിന് ഞാനെന്തിനാ ഡാഡി ശ്രീകാന്തിനോട് മിണ്ടാതിരിക്കുന്നത്? അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്തിനു ഒഴിവാക്കണം? നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കേണ്ട. നിങ്ങൾ സംസാരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല, നിർബന്ധവും ഇല്ല. എന്നാൽ ഞാൻ അവനോട് സംസാരിക്കും. നിങ്ങളാരും ചോദ്യം ചെയ്യണ്ട. ആ രവീന്ദ്രൻ നിൻ്റെ ഡാഡിയെ അപമാനിച്ചു. എല്ലാവരുടെയും മുമ്പിൽ നിൻ്റെ ഡാഡി തലകുനിക്കേണ്ടി വന്നു. അതിന് ഞാനെന്ത് ചെയ്യണം? ഞാൻ ആരോട് സംസാരിക്കണം സംസാരിക്കേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നിങ്ങളത് ഓർഡർ ചെയ്യണ്ട. ഞാൻ ആരോട് വേണമെങ്കിലും ഞാൻ സംസാരിക്കും. വർഷ ഏട്ടാ, അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവൾ എന്താ ഇങ്ങനെ? പിടിച്ച് കെട്ടണം അവളെ. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇന്നത്തോടെ ഞാനിത് അവസാനിപ്പിക്കും. വേണ്ട, എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. പിന്നെ അച്ഛനും മോനും വീട്ടിലേക്ക് വരികയാണ്, സച്ചിയും അച്ഛനും. എന്നിട്ട് വിളിക്കാൻ, അച്ഛാ നിൽക്ക് പോവല്ല. രേവതി, എന്താടാ നീ കാര്യം പറ. പിന്നെ വിളിക്കാണ്, രേവതി, രേവതി അവിടെ നിൽക്ക്. രേവതി വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ? നീ പോയി ആരതി എടുത്തുകൊണ്ട് വാ. ആരതിയോ? നീ പോയി എടുത്തുകൊണ്ട് വാ. അച്ഛനെ ആരതി ഒഴിഞ്ഞുകൊണ്ട് സ്വീകരിക്കണം. ഇതിനാടാ ഇതൊക്കെ? വേണം, അച്ഛൻ വിജയിച്ചു വന്നിരിക്കുകയല്ലേ. ഞാൻ എടുത്തിട്ട് വരാം. അപ്പോഴേക്കും ചന്ദ്ര അവിടെ എത്തി. എന്നിട്ട് പറയാണ്, ഏത് നാട്ടുരാജാവിനോട് പോരിന് ഇറങ്ങിയിട്ടാണോ ജയിച്ചിട്ട് വരുന്നത് ഇദ്ദേഹം? ആരതി എടുക്കാൻ. അപ്പോഴേക്കും ഇവനും വന്നു, സുധി. അച്ഛൻ കേസിൽ ജയിച്ചു. അപ്പോഴേക്കും എല്ലാവർക്കും ചിരി വന്നു. ചന്ദ്രയും ചിരിക്കുകയാണ്, സുധിയും ശ്രുതിയും ഒക്കെ ചിരിക്കുകയാണ്. വീണ്ടും സച്ചി പറയാണ്, അച്ഛന് ഉടൻ പെൻഷൻ കാശ് കിട്ടും. മധുസൂദനോട് പോരാടി ജയിച്ചു വന്നിരിക്കുക. അതുകൊണ്ടാണ് ആരതി എടുക്കാൻ പറഞ്ഞത്. ഒന്ന് പോടാടുന്ന്. അപ്പോഴേക്കും സുധി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, എടാ 50 ലക്ഷം കൊണ്ട് ഓടിപ്പോയി വന്നാ ആരതി എടുത്തില്ലേ? അത് വിട് സച്ചി, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇതാ കയറി പോവാ. അവിടെ നിൽക്കുക അച്ഛാ. രേവതി ഒന്ന് പെട്ടെന്ന് വാ. സച്ചിയുടെ ഒരു സഞ്ചി കവറിൽ മാലയൊക്കെ ഉണ്ടായിരുന്നു. ആ മാല എടുത്തിട്ട് ഇടുവാണ്. അന്നേരം പറയാണ്, എന്തുവാടാ ഇതൊക്കെ? എന്താണ്? അതൊക്കെ ഉണ്ട് അച്ഛാ. എന്തിനാണ് ഇതെൻ്റെ കഴുത്തിലിട്ട് വരുന്നത്? ദൈവത്തിൻ്റെ കഴുത്തിലിട്ട് കൊടുക്ക്. അച്ഛനാണല്ലോ ഇപ്പോൾ ഈ വീട്ടിലെ ദൈവം. എൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചിട്ട് പറയാണ്, ദേ എൻ്റെ ദൈവം. രേവതി ഒന്ന് പെട്ടെന്ന് വാ. രേവതി ആരതിയൊക്കെ കൊണ്ടുവന്ന് അച്ഛനെ ഒഴിഞ്ഞു. അതിനുശേഷം സച്ചി പറയാണ്, ഇനി അച്ഛനകത്തേക്ക് കയറ്. അപ്പോൾ ശ്രുതി വന്നിട്ട് പറയാണ്, അങ്കിൾ കേസിൽ ജയിച്ചു അല്ലേ? ജയിച്ചു. മുൻകാല പ്രാബല്യത്തോടെ പെൻഷൻ കിട്ടും. സമാധാനമായി. അതെ മധുസാറ് എനിക്ക് 1 ലക്ഷം രൂപ വേറെയും തരണം. പെൻഷൻ ഇത്രയും വൈകിപ്പിച്ചതിനുള്ള പിഴയാ. അപ്പോൾ 1 ലക്ഷം രൂപ എക്സ്ട്രാ കിട്ടുമല്ലേ? ചന്ദ്ര ചോദിക്കുക.
കളിയാക്കുക. ആ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ ആരതി എടുത്തേനെ. ഇരിക്കച്ചാ ഇരിക്കുക എന്ന് പറഞ്ഞ് ശ്രുതി കസേര നീട്ടിയിട്ട് കൊടുക്കുക. സച്ചി പറയാ, എടാ എടാ എടാ, ഇപ്പം നീ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുമൊന്നും വേണ്ട, അച്ഛൻ കാശ് കൊണ്ടായിട്ടൊന്നുമില്ല. ശ്രുതി പറയാ, എടാ സച്ചി. അപ്പോൾ സച്ചി വന്നിട്ട് പറയാണ്, അച്ഛാ ഇവൻ്റെ മുമ്പിൽ വെച്ച് ഇതൊന്നും പറയണ്ടായിരുന്നു. ബാക്കിയുടെ മുന്നിൽ കൂടി അപ്പക്കഷ്ണം കൊണ്ടുപോകുന്നതും ഇവൻ്റെ മുന്നിൽ വെച്ച് പണത്തെക്കുറിച്ച് പറയുന്നതും ഒരുപോലെയാ. അന്നങ്ങ് പോവും, ഒന്ന് പോടാ. ചന്ദ്ര പറയാണ്, ആരുടെ ഇപ്പം പണം ചോദിച്ചത്? അപ്പോൾ സച്ചി, ചോദിക്കാറില്ലല്ലോ, എടുത്തുകൊണ്ട് പോകല്ലേ ഉള്ളൂ. ഇത് വന്നിട്ട് ചോദിക്കുക, അപ്പോൾ അച്ഛന് ഇനി മാസാമാസം പെൻഷൻ കിട്ടുമല്ലേ? കിട്ടും. അച്ഛന് അവകാശപ്പെട്ട കാശല്ലേ, അതെവിടെ പോകാനാ അല്ലേ അച്ഛാ? ചന്ദ്ര, എൻ്റെ മരുമകൾ ശ്രുതി വന്ന് കയറിയത് കൊണ്ടാ ഈ കുടുംബത്തിലൊരു നല്ല കാര്യം നടന്നത്. ഇത് കേട്ട ഉടനെ തല പൊന്തിച്ചിട്ട് അച്ഛൻ നോക്കുകയാണ് സച്ചിയെ. ശ്രുതിയെ നോക്കുക. ചന്ദ്ര വീണ്ടും പറയാണ്, ശ്രുതിയുടെ രാശി കാരണ ഇത്രയും നാൾ കിട്ടാതിരുന്ന പെൻഷൻ കാശ് ഇപ്പം കിട്ടിയത്. ശ്രുതി, നീ ഭാഗ്യവാനാടാ മോനെ, നല്ല രാശിയുള്ള ഭാര്യയെ തന്നെ നിനക്ക് കിട്ടിയല്ലോ. സച്ചി പറയാണ്, അച്ഛൻ്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ് പെൻഷൻ പാസ്സായത്. ഈ പാർലർ മദാമയുടെ രാശിയുമായിട്ട് എന്താ ബന്ധം? ഞാൻ സത്യം പറഞ്ഞത്. അച്ഛൻ്റെ 50 ലക്ഷം എടുത്ത് ഓടിയവനല്ലേ ഇവൻ. ഇതേ രാശി വെച്ച് ആ 50 ലക്ഷം രൂപ തിരികെ കിട്ടുമോ? അത് കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ സച്ചി, ഇല്ല അല്ലേ, എങ്കിലെല്ലാവരും മിണ്ടാതിരിക്കണം. അച്ഛാ, കിട്ടുന്ന കാശ് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കണം. ഇവനെ ഒന്നും വിശ്വസിച്ചേക്കരുത്. മാസാമാസം കിട്ടുന്ന പെൻഷൻ നിങ്ങളുടെ ചിലവിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മറ്റാർക്കും കൊടുക്കരുത്. 50 ലക്ഷം പറ്റിച്ച ടീമാണേ. അപ്പോൾ ശ്രുതി പറയാണ്, എടാ നീ അതിന് ഈ 50 ലക്ഷത്തിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? പറയൂടാ, അതെൻ്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. നിർത്ത്, ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്, വെറുതെ വഴക്കടിച്ചത് നശിപ്പിക്കാതെ. രേവതി പറയാ, അച്ഛാ കേസ് ജയിച്ചു എന്ന് അച്ഛമ്മയെ വിളിച്ച് പറ, സന്തോഷാവും അച്ഛമ്മയ്ക്ക്. ഓഹോ, ഞാൻ വിളിക്കാനിരിക്കായിരുന്നു മോളെ. അച്ഛാ സ്പീക്കറുണ്ട്, എനിക്ക് സംസാരിക്കണം അച്ഛമ്മയോട്. ഫോണെടുത്ത് അച്ഛമ്മ ചോദിക്കുകയാണ്, രവി സുഖമാണോ നിനക്ക്? സുഖമാണ് അമ്മേ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എനിക്കിവിടെ ഒരു സുഖക്കുറവും ഇല്ല. അപ്പോൾ രവി പറയാണ്, അമ്മേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ മോനെ? കേസ് ജയിച്ചു. അച്ഛമ്മ, ഈശ്വരാ, എനിക്കിപ്പോൾ മാസാമാസം പെൻഷൻ കിട്ടും. അത് അമ്മയോട് പറയാൻ വേണ്ടിയാണ് വിളിച്ചേ. സന്തോഷമായി മോനെ, നിനക്ക് കിട്ടേണ്ട കാശാ അത്. ആര് വിചാരിച്ചാലും തടസ്സം വെക്കാൻ പറ്റില്ല. അപ്പോൾ സച്ചി ഇടയ്ക്കേരി പറയാണ്, പായസം വെക്കണ്ട അച്ഛമ്മേ? പായസവും വെക്കും, വേണ്ടി വന്നാൽ പടക്കം പൊട്ടിക്കും. സച്ചിവിനെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയാണ്, നല്ലതേ നടക്കും മോനെ, ഇത്രയ്ക്കും നല്ല രാശിക്കാരിയല്ലേ വീട്ടിലെ മരുമകളായി വന്നിരിക്കുന്നേ. എല്ലാവരും സന്തോഷിച്ചതാ. ശ്രുതിയെ കൊണ്ടാ പറയുന്നത് ചേച്ചി. നോക്കുമ്പോഴേക്ക് അച്ഛമ്മ പറയാണ്, എൻ്റെ കുട്ടി രേവതി കയറി വന്നത് കൊണ്ടാണ് എല്ലാ രാശിക്കും കാരണം. അച്ഛമ്മേ, അച്ഛൻ കേസ് ജയിച്ചതും രേവതിയുടെ രാശിയും തമ്മിൽ എന്താ ബന്ധം? ഒക്കെയുണ്ട്. എന്താ അച്ഛമ്മേ? കേട്ടില്ല. എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. എന്നിട്ട് ഫോൺ കൊണ്ടുപോയി ചന്ദ്രയുടെ അടുത്ത് വെച്ച് കൊടുക്കുക. വീട്ടിൽ എല്ലാ ചടങ്ങും വേണ്ട രീതിയിൽ നടത്തിയാൽ നല്ലത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പം കണ്ടില്ലേ, രേവതിയുടെ താലി മാറ്റിക്കെട്ടൽ ചടങ്ങ് നടന്നതോടെ വീട്ടിൽ നല്ലത് നടന്നു. എല്ലാം എനിക്കറിയാടാ കൊച്ചു കള്ള. എൻ്റെ അച്ഛമ്മേ, അടുത്തടുത്ത് നല്ല കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. അച്ഛമ്മയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല മോനെ. 2 പേരും ചേർന്ന് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ അച്ഛമ്മയുടെ കയ്യിലോട്ട് തന്നേക്കണം. ഇതൊക്കെ കേട്ട് ചന്ദ്ര ശ്രുതിയെയും നോക്കുകയാണ്. ശ്രുതിയും വല്ലാത്തൊരു വിഷമത്തോടെ നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട്. കാര്യം അവരെ പറ്റി ഒന്നും പറയുന്നില്ല, എല്ലാം സച്ചിയെ പറ്റിയും രേവതിയെ പറ്റിയാണ് അച്ഛമ്മ പറയുന്നത്. അച്ഛമ്മ എന്തറിഞ്ഞു എന്നാ, ഇവിടെ 4 കുഞ്ഞിനെ പ്രസവിച്ചതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അച്ഛമ്മ പറയാ, നീ സ്വപ്നം കണ്ടു അല്ലേ? നല്ല ലക്ഷണം, അതങ്ങനെ തന്നെ നടക്കട്ടെ, 4 കുഞ്ഞുങ്ങളും പറക്കട്ടെ. അപ്പോൾ സച്ചി, അയ്യോ അച്ഛമ്മേ അത് വിട്. ഇനി അച്ഛമ്മയുടെ കല്യാണം കഴിച്ച ശേഷേ എപ്പോഴാ അച്ഛൻ പിറന്നത്? നീ എന്തിനാ ഇപ്പം അതറിയുന്നേ? പ്ലീസ് അച്ഛമ്മേ, എൻ്റെയും നിൻ്റെ അച്ചാച്ചൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷത്തിന് ശേഷമാണ് രവി പിറന്നത്. എത്ര പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയിട്ട് കിട്ടിയതാണെന്നറിയാമോ അവനെ എനിക്ക്. അച്ഛമ്മേ, 4 വർഷം കഴിഞ്ഞ് പിറന്നത് കൊണ്ടാണ് നല്ലൊരു മോനെ അച്ഛമ്മയ്ക്ക് കിട്ടിയത്. ഇവിടെ ഒരുത്തനെ 12 മാസം കൊണ്ട് പ്രസവിച്ചു, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ആയിപ്പോയത്. കള്ളൻ, വൃത്തികെട്ടവൻ.
ശ്രുതി പറയാണ്, ശ്രുതിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയാണ്, അമ്മേ, അച്ഛമ്മ പറയാണ്, എനിക്കൊരാൺകുട്ടി, നിൻ്റെ അമ്മയ്ക്ക് 3 ആൺകുട്ടികൾ. നിങ്ങൾക്ക് രേവതിയെ പോലെ ഒരു മഹാലക്ഷ്മി പിറക്കട്ടെ. സന്തോഷം അച്ഛമ്മേ, മഹാലക്ഷ്മി തന്നെ പിറന്നോട്ടെ. അച്ഛമ്മയുടെ സംസാരം കേട്ട് സച്ചിക്കും രേവതിക്കും നല്ല സന്തോഷമായി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സി യു ഓൾ.